എന്തെങ്കിലുമൊക്കെ ഒരു ചെപ്പടി വിജയമായി വരികയും അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പരിചയപ്പെടുത്തുകയും അതിൻ്റെ മറവിൽ സാമ്പത്തിക ചൂഷണവും അതിലുപരി വിശ്വാസ ചൂഷണവും നടത്തുക എന്നതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഷിയാക്കൾ തുടങ്ങി വെച്ചു, പിന്നീട് സൂഫികൾ അത് ഏറ്റെടുത്ത് അതിന്റെ പ്രചാരകരായി മാറി. ആ വഴിയിലൂടെ നമ്മുടെ നാടുകളിലേക്കും അത് എത്തി എന്നതാണ് വസ്തുത. മതത്തിൻ്റെ പ്രമാണങ്ങളിൽ മഹത്വമായി പഠിപ്പിക്കുന്ന, ആളുകൾ ബഹുമാനിക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇന്ന് കച്ചവടച്ചരക്കായി മാറിയിട്ടുണ്ട്. ബഹുമാന്യനായ അദ്റൂഫ് അൽ-ഹിക്കമി ഇവിടെ വിശദീകരിച്ചതുപോലെ ദിക്റുകളും ദുആകളും തസ്ബീഹും സ്വലാത്തും അടക്കം ഇന്ന് കച്ചവട വസ്തുക്കളാണ്. ഖബറുകൾ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിലായത്തും കറാമത്തും മുഴുജിയത്തുമെല്ലാം പണമുണ്ടാക്കാനുള്ള ഉപാധികൾ മാത്രമാണ് ഇന്ന് അത്തരം ആളുകൾക്ക്. പ്രവാചകനും പ്രവാചകന്റെ ജന്മവും അടക്കമിന്ന് വരുമാന സ്രോതസ്സുകളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നബിതങ്ങളുടെ ശേഷിപ്പുകൾ എന്ന പേരിൽ മുടിയും വടിയുമെല്ലാം സൂക്ഷിക്കുന്ന വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഔദ്യോഗികമായും അല്ലാതെയും ഒക്കെ സൂക്ഷിക്കുന്ന വ്യത്യസ്തമായ പ്രദേശങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പക്ഷെ ഒന്നിനു പോലും കൃത്യമായ ഒരു സനദ് കാണിക്കുവാൻ, അത് നബിയുടേതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖ കാണിക്കുവാൻ ഇന്ന് എവിടെയുമുള്ള ആർക്കും സാധ്യമല്ല എന്നത് അവിഷയികമായി ചർച്ച ചെയ്ത ആളുകളൊക്കെ സമ്മതിക്കുന്ന യാഥാർത്ഥ്യവുമാണ്. നമ്മുടെ നാട്ടിലും മുടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ ആ ചർച്ചകളിൽ കാര്യമായി വന്ന ഒരു വശം ഇത്തരം ശേഷിപ്പുകൾ സ്ഥിരപ്പെടാൻ സനദ് വേണോ വേണ്ടേ എന്നായിരുന്നു. സനദ് ഇല്ലെങ്കിൽ പോലും, ഇനി വ്യാജമാണെങ്കിൽ പോലും നബിയുടേതാണ് എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അതങ്ങനെ ഉപയോഗിക്കാമെന്ന് വരെ പ്രസംഗിച്ച എഴുതിയ ആളുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടായി എന്നുള്ളത് ഇത്തരം ആളുകളുടെ താല്പര്യം എന്താണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. തുർക്കിയിൽ, അതുപോലെ ഈജിപ്തിൽ, ഫലസ്തീനിൽ, ബഗ്ദാദിൽ, ഇന്ത്യയിൽ, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നബിതങ്ങളുടെ ശേഷിപ്പുകൾ എന്ന പേരിൽ പലതും സൂക്ഷിച്ചു പോരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഒരു മുടി വിവാദം ആദ്യമായി വന്ന ആ സമയങ്ങളിൽ അന്നു ഇരു സമസ്തക്കാർ തമ്മിലുണ്ടായ കാര്യമായ ചർച്ചകളിൽ ഒന്നതായിരുന്നു. ലോകത്തെവിടെയെല്ലാം എന്തെല്ലാം ശേഷിപ്പുകൾ നബിയുടേതായി സൂക്ഷിക്കപ്പെടുന്നുണ്ട്, അത് എവിടെ എത്ര എണ്ണമുണ്ട് എന്നൊക്കെയാണ് അന്നത്തെ കാര്യമായ ഒരു ചർച്ച. അന്ന് പേരോട് മുസ്ലിയാരും അതുപോലെ അഷ്റഫ് ഫൈസിയും തമ്മിലുണ്ടായ ആ വിഷയത്തിലുള്ള ചർച്ച കണ്ടുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആ ക്ലിപ്പിലേക്ക് ശ്രദ്ധിക്കാം. നമുക്ക് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ, ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്കും. സനദ് വായിക്കുക. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, ഖുസ്തുന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞു 35 അത് തിരിച്ചു 34 മുടി. അൽ-ആഥാറുൻ നബവിയ്യ അഹ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കേടിയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറയാം. എന്റെ മുസ്ലിയാരെ, ഇമാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയരുത്. മൊയ്ലാമാറെ പറയിക്കുന്നത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഉണ്ടായിരുന്നു. ഈ ഖുസ്തുന്തീനിയ എന്ന് പറഞ്ഞത് തുർക്കിയാണ്.
ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിടുക, എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാണെന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനക്ക് മറുപടിയല്ല, എനക്ക് അനുകൂല. സമ്മതിച്ചു, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. സലാസം 40 ശഅറത്തൻ എന്നല്ല, സലാസം 40 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറേ, 43 ആണ്. അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ, 1ാം ക്ലാസ് മുതൽ. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത, സബഅ, അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് പോരെ എന്നെയും ബഹാവത്തിയും മുലാറി അറബി പഠിപ്പിക്കുന്നത്? പോരെ? അതുപോലെ സലാസം 40 എവിടെ പഠിച്ചെന്നറിയോ? ഈ കിതാബ് അത് ഒന്ന് അദബ് കേട്. ആ അദബ് കേടിന്റെ കൂടെ മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത്, മുഹമ്മദ് ഖാമിസ് മുഹമ്മദ് 5 എന്നല്ല, അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഖാമിസിന്റെ അടുത്ത് സലാസം 40 ശഅറത്തൻ മഹ്ഫൂദത്തൻ മഅൽ അമാനത്തിൽ മുബാറക എന്ന് പറയുന്നുണ്ട്. ഈ സലാസം 40 ഖാമിസും സലാസും കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ മൂപ്പര് വിചാരിച്ചു അൽ ഖാമിസ് പറഞ്ഞ വേറെയാണ്, സലാസം 40 വേറെയാണ്. അൽ ഖാമിസും മനസ്സിലായിട്ടില്ല, സലാസത്തും മനസ്സിലായിട്ടില്ല, അർബഈനും മനസ്സിലായിട്ടില്ല. എന്നിട്ട് അപ്പൊ ഏതായിരുന്നാലും ധാരാളം മുടികൾ പലയിടത്തും ഉണ്ടെന്ന് മനസ്സിലായി. നമുക്കത് അതിൽ കിട്ടിയില്ല. തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളിൽ മാത്രം 34 അല്ലെങ്കിൽ 43, രണ്ടുമല്ല കിതാബുകൾ വേറെ കാര്യം. രണ്ടാളും പറഞ്ഞത് ശരിയല്ല. ആ കിതാബുകൾ എന്താ 43 അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 24 എണ്ണം അതിന് വേറെ ഹദിയ കൊടുത്തു. ഇനി 9 എണ്ണം ബാക്കിയുണ്ട്. എന്ത് കണക്കാ പോയത്? അതാണ് ആ പറഞ്ഞ പേരോട് വായിച്ച അഹ്മദ് തൈബൂറിന്റെ കിതാബിൽ പറഞ്ഞത്. 43 മുടി സൂക്ഷിക്കുന്നു, 24 എണ്ണം പലർക്കുമായി ഹദിയ കൊടുത്തു പോയി. ഇനി 9 മുടി ബാക്കിയുണ്ട്. അപ്പൊ 33 വരിക. എത്രയെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും എല്ലാം വ്യാജ നമുക്ക് ഉറപ്പാണ്. ഇങ്ങനെ 10, 15, 20, 30, 40 മുടികൾ പല സ്ഥലത്തും സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ കച്ചവട വസ്തുവാണ് അവിടെയെല്ലാം. അപ്പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിളിൽ മുടി മാത്രമല്ല, നബിതങ്ങളുടെ കുപ്പായത്തിന്റെ കഷ്ണമുണ്ട് അവിടെ. അലി ബിൻ അബീ ത്വാലിബിന്റെ താടിയുടെ രോമം അവിടെ സൂക്ഷിക്കുന്നുണ്ട്. നബിതങ്ങൾ സുർമയിടാൻ ഉപയോഗിച്ച സുർമക്കോര് മീൽ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, അഹ്മദ് തൈമൂർ കിതാബിൽ പറയുന്നത് കാലിൽ മുള്ളു കുത്തിയാൽ ആ മുള്ളു തോണ്ടാൻ നബി ഉപയോഗിച്ച സൂചി വരെ അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോൾ എന്താ വേണ്ടി? ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും നമ്മുടെ നാട്ടിലേക്ക്. അവിടെ നിന്ന് ഇത്ര കച്ചവടം നടക്കില്ല. അപ്പോൾ കമ്മീഷൻ കൊടുത്താലും അവർക്ക് ലാഭമായിരിക്കും. ഒന്നിച്ച ഹോൾസെയിലായി ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്തോളാം, നിശ്ചിത ശതമാനം നിങ്ങൾക്ക് തരാമെന്ന് അവിടെ ഇത്തിഫാക്കായാലും അവർക്കും ലാഭമാണ്, ഇവിടെ ഉള്ളവർക്കും ലാഭമാണ്. അവിടെ എല്ലാം വരും. അതിനുള്ള തുടക്കങ്ങളാണ് ഈ പറയപ്പെട്ട കഥകളൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നത്. ഏതായിരുന്നാലും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പലതും സൂക്ഷിച്ച് അതിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾ നൂറ്റാണ്ടുകളായി സൂഫികൾ ചെയ്തു പോരുന്നുണ്ട്. ഷിയാക്കൾ ആരംഭിച്ചു വെച്ചത് പിന്നെ സൂഫികൾ ഏറ്റെടുത്തുകൊണ്ട് വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ കൊണ്ടുവരികയും അതിനൊക്കെ പ്രദർശനങ്ങളും റബീഉൽ അവ്വൽ മാസത്തിലും റമദാൻ മാസത്തിലും മിഅ്റാജ് ദിനം എന്ന് പറഞ്ഞുകൊണ്ട് റജബ് 27-നുമൊക്കെ ഇതിൻ്റെ പ്രദർശനം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ സാമ്പത്തികമായ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ലോകത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പല നാട്ടിലുമുണ്ട്. ഇന്ത്യയിൽ വെല്ലൂരിൽ മുടിയുണ്ട് എന്നാണ് പണ്ട് പറഞ്ഞു കേൾക്കുന്നത്. കേരളക്കാർക്ക് അടുത്ത കാലം വരെ ആ മുടി കിട്ടാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം അടുത്താണ് അത് ഇവിടേക്കെത്തിയത്. മുമ്പ് പറയാറുള്ളത് വെല്ലൂരിൽ മുടിയുണ്ട് എന്നാണ്. അങ്ങനെ വെല്ലൂരിൽ മുടിയുണ്ടെന്ന് കേട്ടിട്ടാണ് നമ്മുടെ റഹ്മത്തുള്ളാഹി ഖാസിമി ഒരിക്കൽ അവിടുന്ന് വെള്ളം കൊണ്ടുവന്നത്. മുടി കിട്ടാൻ വകുപ്പില്ല, അപ്പോൾ വെള്ളം കൊണ്ടുവന്നു. മൂപ്പര് ആ വെള്ളം കൊടുത്തിട്ട് അതും കച്ചവടാക്കി. അങ്ങനത്തെ വല്ല വെള്ളം കിട്ടിയാൽ ആർക്കും കൊടുക്കാതെ സൂക്ഷിക്കലേ ചെയ്യാം. അതിനു പകരം അതും വിറ്റ് കാശാക്കാണ് ചെയ്തത്. മറക്കാതിരിക്കാൻ വേണ്ടി ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ളാഹി വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല. അതാണ് കേരളത്തിലെ തുടക്കം. അന്ന് മുടി വന്നിട്ടില്ല.
മുടി മുക്കിയ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് 2 കുപ്പി വെള്ളം കൊണ്ടുവരികയും 25,000 രൂപയ്ക്ക് ആ വെള്ളം വിൽക്കുകയും ചെയ്തു. ഇന്നത്തെ ബുദ്ധി ഉണ്ടെങ്കിൽ അന്നേ കൊടുക്കൂലായിരുന്നു. 2 കുപ്പി മതി മൊത്തം മനുഷ്യന്മാരെ കുപ്പിയിലാക്കാൻ. അന്ന് ആ സാധു തൽക്കാലം 25,000 ആവശ്യമുണ്ട്. അപ്പോൾ അതിന് 2 കുപ്പി വെള്ളവുമായി വന്നു. ആ ആവശ്യം നടന്നത് കഴിഞ്ഞു. അപ്പം മറ്റൊരു റീറ്റ് തുടങ്ങിയപ്പോഴാണ് ഈ ചങ്ങായിക്ക് തുടങ്ങിയത്, എന്നാൽ പിന്നെ ഹോൾസെയിലാക്കാനോ, മൂപ്പര് വെള്ളം കൊടുന്നെങ്കിൽ നമുക്ക് മുടി തന്നെ കൊണ്ടുവരാം. അങ്ങനെയാണ് 2005 സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ പ്രഖ്യാപിക്കുന്നത്, എനിക്കൊരു മുടി കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി എന്ന് പറയുന്നത്. സാധാരണ ചോറും നമ്മൾ മുടി കിട്ടലുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കിട്ടലുണ്ട്, അല്ലാതെ ഇടയ്ക്കിങ്ങനെ അവിടെ നിന്ന് ഈ വക മുടി കിട്ടുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ. 2005 ഇയാൾ ആദ്യം പ്രഖ്യാപിച്ചത് ഒരു മുടി കിട്ടിയെന്ന് പ്രഖ്യാപിക്കുകയും അന്നത് വലിയൊരു ആവേശമാക്കി അവരുടെ അനുയായികളോട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ നബിതങ്ങളുടെ മുടി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷെ വലിയൊരു ആരവം വന്ന് കൊണ്ടുവന്നില്ല. കാരണം ഒന്ന് ട്രയലായിരുന്നു, ഇത് കൊണ്ടാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്, എത്ര കണ്ട് വിജയിക്കും, എന്തൊക്കെ നടക്കും എന്നൊരു റിഹേഴ്സലായിട്ടാണ് അദ്ദേഹം അന്നാ മുടിയുമായി വന്നത്. അന്ന് പത്രക്കാർ വന്നു, രാഷ്ട്രീയക്കാർ വന്നു, പലരും ചർച്ചയായി, പലരും ചോദിച്ചു ഇത് എവിടെ നിന്നാണ്, ആര് തന്നാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ സമർത്ഥമായി തൽക്കാലം ഒഴിഞ്ഞു മാറാനാണ് അന്ന് ശ്രമിച്ചത്. അന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് 2005 മുടി എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് വെച്ചപ്പോൾ അതിങ്ങനെ തൽക്കാലം ഒന്ന് വിഴുങ്ങിയിട്ട് പിന്നെ അത് മദീനയിലാണ്, കാരണം എല്ലാ മുടി മദീനത്താണല്ലോ, നബി മദീനത്താണല്ലോ, ആ നിലയ്ക്ക് പറഞ്ഞൊപ്പിക്കാനാണ് അന്ന് ശ്രമിച്ചത്. കാന്തപുരം മുസ്ലിയാർ അന്നത്തെ മുടിയുമായി ബന്ധപ്പെട്ട ആ ഒരു ഇന്റർവ്യൂ പത്രക്കാർ മാധ്യമങ്ങൾ ചോദിക്കുന്ന ആ ഭാഗം ഒന്ന് കേൾക്കാം നമുക്ക്. 2005 മർക്കസിൽ തിരുകേശമുണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായിട്ടില്ലേ? ഉണ്ട്. അതെവിടെ നിന്നാണ്? അത് വേറെ 2 വഴിക്ക് ലഭിച്ചതുണ്ട്. അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിൽ വിശ്വാസികൾക്ക് അതിൻ്റെ ദർശന പുണ്യം ഉൾപ്പെടെയുള്ളത് കിട്ടട്ടെ എന്ന നിലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിൻ്റെ ആശയം വരാതിരുന്നത്? അത് രണ്ടും തെറ്റാണ് നിങ്ങൾ പറയുന്നത്. അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. മുമ്പും ഞങ്ങൾ അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ കാണിച്ചിട്ടുണ്ട്, ആളുകൾ വെള്ളം കുടിച്ചിട്ടും ഉണ്ട്. അതെവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. അതെവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. കണ്ടോ, പറയാൻ ചെറിയ മടിയുണ്ട്. കളവ് പറയുമ്പോൾ എത്ര വലിയ നുണ പറഞ്ഞ മനുഷ്യനാണെങ്കിലും ചെറിയ മനസ്സാക്ഷിപ്പത്തുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നിങ്ങനെ മടിച്ചിട്ടാണ് പറഞ്ഞ് ഒപ്പിച്ചത് അത് മദീനയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ 2005 മുടി മദീനയിൽ നിന്ന്, യഥാർത്ഥത്തിലോ അത് ബോംബെയിൽ നിന്നാണ്. അത് പിന്നെ പുറത്ത് വന്നു വ്യാപകമായി. അന്ന് സമസ്തക്കാർ പിന്നാലെ കൂടി, സലഫുകൾ ഏതായാലും പിന്നാലെ കൂടി. അങ്ങനെ 4 ഭാഗത്തു നിന്നും വളഞ്ഞ് എല്ലാവരും കൂടെ ഈ മുടിയുടെ അസുരം അന്വേഷിച്ച്, സനദം ചോദിച്ച്, ഇതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചുകൊണ്ട് പിന്നാലെ കൂടിയപ്പോൾ അവസാനം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അത് ബോംബെയിലെ ചോർ ബസാറിലുള്ള ജാലിയൻവാല എന്ന് പറയുന്ന ആൾ തന്നാണ്. മൂപ്പരാവട്ടെ വലിയ വലിയാണ് എന്നാണ്. ജാലിയൻവാല വലിയാണ്, ജാലിയൻവാല കിട്ടിയതോ ബറക്കാത്തി സൈദന്മാരിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവർ അതുമായി ഒപ്പിക്കാൻ നോക്കിയത്. ആ ജാലിയൻവാലയെ നമുക്കൊന്ന് കാണാം, ഒരു ഔലിനെ കാണാൻ നമുക്കുമാണ് ഭാഗ്യം. അങ്ങനെ ബോംബെയിലുള്ളൊരു വലിയ അതാണ് ഇപ്പം ജാലിയൻവാല. നമ്മൾ CM വലിയതിനേക്കാൾക്ക് എത്രയും വെച്ച കണ്ടാലിച്ചു ഓരം കണ്ടാല്. ഏതായിരുന്നാലും ഇയാളാണ് 2005 മുടി കൊടുത്ത ആൾ. ബോംബെയിലെ ചോർ ബസാറിലാണ് ഇയാളുള്ളത്, പറ്റ ബസാർ തന്നെയാണ്. അവിടെ നിന്നാണ് ഈ മുടി ഇയാൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്. അത് കൊണ്ടുവന്നു ഇവിടെ അത് പ്രദർശിപ്പിക്കലും അതിൻ്റെ മുഖ്യ വെള്ളം കൊടുക്കലും ഒക്കെ തുടങ്ങിയ ആളുകളെ ചർച്ചയായപ്പോൾ ഇയാൾ ആദ്യമൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമില്ലാത്തവൻ സ്വീകരിക്കണ്ട. അങ്ങനെ പറ്റൂതല്ലോ, റസൂലുള്ളാഹിന്റെ പേരിലല്ലേ. മൂപ്പര മുടി കൊടുത്താൽ ആരും സ്വീകരിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അള്ളാഹു റസൂലിൻ്റെ പേര് സംഗതി പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് എല്ലാവർക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്. അന്ന് വ്യാപകമായി നാട് നീളെ മുജാഹിദ് പ്രസ്ഥാനം അതിനെ ഇറങ്ങി. മുടിയിൽ ഇവരുമായി അഭിപ്രായ വ്യത്യാസമില്ലാത്ത കച്ചവടത്തിൻ്റെ മറ്റൊരു പാർട്ടിയായ സമസ്തയും എന്നതിനെതിരെ ഇറങ്ങി. അവരടക്കം ഇറങ്ങിക്കൊണ്ട് ഇത് പിടികൂടുകയും ഇതിൽ സനത് വായിക്കണമെന്ന് അവരെ കൊണ്ട് നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ആദ്യമൊക്കെ മൂപ്പര് സനത് വായിക്കാൻ തയ്യാറായില്ല. മൂപ്പര് പറഞ്ഞ സനത് അങ്ങനെ അങ്ങാടി വായിക്കാനുള്ളതല്ല, അതങ്ങനെ സമ്മേളനത്തിൽ വായിക്കാനുള്ളതല്ല, അതൊക്കെ അതിൻ്റെതായ ഒരു ഹുർമത്തുണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ, ആർക്കെങ്കിലും വേണമെങ്കിൽ മർക്കസിൽ വന്നോട്ട് അവിടെ നിന്ന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ആളുകൾ പിന്നാലെ കൂടി വിട്ടില്ല. പത്രക്കാരും ചോദിച്ചു, എല്ലാവരും എന്നും പ്രോഗ്രാമുകളും 4 ഭാഗത്തു നിന്നും ചോദ്യങ്ങളുമായപ്പോൾ പിന്നെ മൂപ്പര് പറഞ്ഞു അത് എൻ്റെ ശിഷ്യന്മാരൊക്കെ വന്നിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പേരോട് സഖാഫി വന്നിരുന്നു, മൂപ്പര് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വേറെ പലരും വന്നിരുന്നു, മൂപ്പര് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സമൂഹം വിട്ടില്ല. അങ്ങനെയാണ് അവസാനം കോട്ടയ്ക്കടുത്ത് കോഴിച്ചനയിൽ ഇവർ ഒരു പണ്ഡിത സമ്മേളനം സംഘടിപ്പിച്ചു. ഉലമാ സമ്മേളനം എന്ന പേരിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും ആ സമ്മേളനത്തിൽ വെച്ച് കാന്തപുരം മുസ്ലിയാർക്ക് ആ സനത് വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വായിക്കേണ്ടി വരികയും ചെയ്തു. അയാൾ പറഞ്ഞു ഇതേതാ ദർസാണല്ലോ, അവിടെ നമുക്ക് ഇവിടെ വായിക്കാതെ, കാരണം പണ്ഡിത സമ്മേളനം
അപ്പോൾ ഇത് ദർസ് പോലെയാണ്. അപ്പോൾ ദർസ് നമ്മൾ സാധാരണ ഇജാസത്തൊക്കെ അങ്ങനെ കൊടുക്കലുണ്ട്, സനദ് വായിച്ചു കൊടുക്കലുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് നമുക്ക് ഇവിടെയും വായിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അത് വായിച്ചു. ആ വായിക്കുന്ന ആ ഭാഗം ഒന്ന് കേൾക്കാം നമുക്ക്. ആരിഫർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസു തഖാഫത്തി സുന്നിയ എന്ന് സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहाँ के तमाम सुन्नी अहबाब उस मोए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഹദ് മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണ്. ആദ്യം സനദ് കാണിച്ചു. ഇതാണ് സനദ്. ജാലിയൻവാല ഒപ്പിട്ട് കൊടുത്ത സനദാണ്. മൂപ്പര ഒപ്പുണ്ട്, 3 സാക്ഷികൾ ഒപ്പുമുണ്ട്, 4 ഒപ്പും സീലുമുള്ള ഉറുദുവിലാണ് കൊടുത്തയച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂപ്പര അവിടെ അത് വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഉറുദുവിൽ വായിച്ച് അർത്ഥം വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കിയത്. എന്നിട്ട് മൂപ്പര് സനദ് വായിക്കുകയും ചെയ്തു. അവർ കൽപ്പിച്ച സനദ് വായിക്കുന്ന ഭാഗങ്ങൾ കൽപ്പിച്ചു. ബാക്കി ഭാഗത്ത് ഒരു സനദ് വായിക്കുന്നുണ്ട്. ഈ ജാലിയൻവാല മുതൽ അലി ഇബ്നു അബീ ത്വാലിബ് വരെ ഇതിൽ സനദുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അദ്ദേഹം വ്യാജമായി തട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കിയ ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില അത് നേരെ എടുത്ത് ഇങ്ങേ തലയിൽ ജാലിയൻവാലയുടെ പേരും ഫിറ്റ് ചെയ്ത് ഒരു ബർക്കത്തി സയ്യിദ് എന്ന പേരും കൂടെ സംസാരം മധ്യേ ആഡ് ചെയ്തുകൊണ്ടാണ് മൂപ്പര സനദ് വായിച്ചത്. വരൂ. ഏതായിരുന്നാലും അങ്ങനെ ഇല്ലാത്ത സനദുണ്ടാക്കി വായിച്ചു. ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില ആർക്കും സെർച്ച് ചെയ്താൽ കിട്ടും. ഖാദിരിയ ത്വരീഖത്ത്, റിഫാഇയ്യ ത്വരീഖത്ത്, നഖ്ശബന്ദിയ്യ ത്വരീഖത്ത്, ഇങ്ങനെ ഓരോ ത്വരീഖത്തുകാർ ഓരോ സിൽസില ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ സിൽസില എന്താ? ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസിലയാണെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖ് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ആരാണോ ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖായി അവർ കൊണ്ടെടുക്കുന്നത് അയാൾക്ക് മുഹീദ്ദീൻ ഷെയ്ഖ് വരെയുള്ള പരമ്പര അതാണ് അവർ വായിക്കുക. പിന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് മുതൽ മേൽപോട്ട് പോയിട്ട് ഹസൻ ഹുസൈൻ വഴി അലിയിലേക്ക് എത്തുന്ന പരമ്പര, ഇതാണ് ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില എന്ന് പറഞ്ഞുകൊണ്ട് ഖാദിരിയ ത്വരീഖത്തുകൾ കൊണ്ടെടുക്കുക. റിഫായി ത്വരീഖത്താണെങ്കിലോ സമാനമായ റിഫായി ഷെയ്ഖിന്റെ ത്വരീഖത്തിന് ഇന്ന് ഇവിടെ മുതൽ അങ്ങോട്ട് റിഫായി ഷെയ്ഖ് വരെയും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് വരെയുമുള്ള പരമ്പര, ഇതിനാണ് അവർ സിൽസില എന്ന് പറയുക. ആ സിൽസില എടുത്തിട്ട് ഇങ്ങേ തലയ്ക്കൽ ജാലിയൻവാലിന്റെ പേരാണ് ഫിറ്റ് ചെയ്തു. അലി ഇബ്നു അബീ ത്വാലിബ് മുതൽ മുഹീദ്ദീൻ ഷെയ്ഖ് വഴി ഇങ്ങനെ വന്ന് ഇപ്പോഴത്തെ ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖാരാണോ അതുവരെയുള്ള സിൽസിലയിൽ ഇങ്ങേ തലയിൽ ജാലിയൻവാലിന്റെ പേര്, പിന്നെ ഇപ്പുറത്ത് കാന്തപുരം. അപ്പോൾ സനദായല്ലോ. അതാണ് മൂപ്പര് വായിച്ചത്. കേൾക്കാം നമുക്ക് ആ ഭാഗം. മൗലാന ഇഖ്ബാൽ വലി ജാലിയൻവാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري، السيد نظام الدين القادري، السيد إمام الدين القادري، السيد سيف الدين القادري، السيد إمام الدين القادري، السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد عماد الدين القادري، السيد مرتضى سيف الله القادري، السيد عيدروس عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي القادري، السيد أحمد القادري، السيد محمود القادري، شريف السادات مجمع البركات، السيد الشيخ أحمد القادري البغدادي، السيد يوسف بن السيد أحمد القادري، شهاب الدين القادري، علي علم الدين القادري، كميل الدين حيدر أبو الحسن القادري، محمد عماد الدين القادري، أمين الله أبو العطاء السيد القادري، عفيف حسن القادري، حيدر سليمان السيد كريم الدين القادري، أبو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، أبو سعيد مبارك، أبو الحسن علي بن يوسف، أبو الفرح بن عبد الرحمن، أبو الفضل عبد الواحد، عبد العزيز اليمني، أبو بكر الشبلي، أبو القاسم جنيد البغدادي، سر السقطي، معروف الكرخي، أمير المؤمنين موسى
الإمام علي موسى أمير المؤمنين الإمام موسى الكاظم الإمام جعفر الصادق الإمام باقر الإمام زين العابدين الإمام ഇതാണ് മൂപ്പരസനത്. അപ്പൊ ജാലിയൻവാല മുതൽ അങ്ങനെ പോയി മുഹീദ്ദീൻ ഷെയ്ഖ് വഴി കടന്നു പോയിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് വരെ എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോട്ടക്കൽ കോടിച്ചനയിൽ അദ്ദേഹം സംഘടിപ്പിച്ച പണ്ഡിത സമ്മേളനത്തിൽ വെച്ച് മൂപ്പര് വായിച്ചത്. അന്നത്തെ സഖാഫികളൊക്കെ പടത്ത് കബീറും ചൊല്ലി പാസ്സാക്കി, കിട്ടിപ്പോയി, സനതായാലോ, സമാധാനമായി എന്നതൊക്കെ. അന്ന് ആ സമ്മേളനത്തെ സദസ്സിൽ ഇരുന്ന് കബീർ ചൊല്ലിയ ആളാണ് നൗഷാദ് ഹസനി. അന്ന് മൂപ്പരിതിൻ്റെ ആളാണ്. അന്ന് ഈ മുടിക്ക് വേണ്ടി മൂപ്പർ പ്രസംഗിക്കുന്ന ആളാണ്. അങ്ങനെ ആ പണ്ഡിത സമ്മേളനത്തിൽ ഇരുന്ന് തക്ബീർ വിളിച്ച അയാൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇതിന് എതിരെ പറയാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ഈ സിൽസില സംഘടിപ്പിച്ച് ജാലിയൻവാലിന്റെ പേരും കൂടെ ആഡ് ചെയ്ത് ഉസ്താദിനെ എഴുതി കൊടുത്ത സഖാഫി മൂപ്പനും പിന്നെ ഉസ്താദിനെ വിട്ടുപോന്നു. പിന്നെ മൂപ്പർ സമൂഹത്തിൽ പറഞ്ഞു, ഞാനാണെന്ന് എഴുതി കൊടുത്ത ആളുകൾ മൂപ്പരെ ഏൽപ്പിച്ചത്ര ജോലി സനതുണ്ടാക്കി തരണം. അപ്പോൾ അത് കുറച്ച് പണിയെന്നപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഖാദിരിയ ത്വരീഖത്ത് സനതെടുത്തോ, അത് തൽക്കാലം എഡിറ്റ് ചെയ്താൽ മതി. ഇവരെ എല്ലാ സിൽസിലിൻ്റെയും കഥ തരും. ഇവരെ ഉസ്താദുമാരെ ഇജാസുണ്ട്, സനതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കിതാബിന് കാണാൻ ഇവരൊക്കെ ഇങ്ങനെ സിൽസില കൊടുത്തത്. ഇവരെ കാന്തപുരം മുതൽ ഓരോരോ ഉസ്താദുമാർക്കും ഓരോ കിതാബും പഠിപ്പിക്കാനുള്ള സനതുണ്ട്, ഇജാസയുണ്ട് എന്ന് പറയലൊക്കെ തരികിട ഇതന്നെയാണ്. ഏതെങ്കിലും ഒരു സിൽസില എടുക്കുക, ഇങ്ങേ തലയ്ക്ക് സ്വന്തം പേരുണ്ട്, ആണ് അറ്റാച്ച് ചെയ്യുക. നമ്മൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ പരമ്പരയായി, സിൽസിലയായി. അങ്ങനെ ഇത് കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനെതിരായി ഇറങ്ങിയ നൗഷാദ് മുസ്ലിയാർ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് തട്ടിപ്പാട്. എന്താ തട്ടിപ്പ്? അദ്ദേഹം പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ വായിക്കുമ്പോൾ എന്താ നോക്കിയതെന്ന് അറിയോ? ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസിലയാണത്. അതിങ്ങനെ കറക്റ്റ് വായിച്ചു പോവാണ്. ഷെയ്ഖ് അബ്ദുൾ റസാഖുൽ ഖാദിരി ആ ത്വരീഖത്തിന്റെ ആ സിൽസിലയാണ്. അതിലേതായാലും ആരുണ്ടാവും? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉണ്ടാവും. നോക്ക് നിങ്ങൾ, ഒരൊറ്റ പേര് പോലും വ്യത്യാസപ്പെടുത്താതെ അതേ സാധനം അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് അതിൻ്റെ തലയിൽ ഇഖ്ബാൽ ജാലിയൻവാലാന്നും അതിൻ്റെ അപ്പുറത്ത് ഗുലാം അബ്ദുൽ ഖാദിർ എന്നും ചേർത്ത് കൊടുത്തു. അപ്പൊ കണ്ടോ, ഇതാണ് തട്ടിപ്പ്. ഇഖ്ബാൽ ജാലിയൻവാലയുടെ പേര് ഇങ്ങേ തലയ്ക്ക് കൊടുത്തു. ഖാദിരിയ ത്വരീഖത്തെ സിൽസില അപ്പടി കോപ്പി ചെയ്തു. അതിൽ ഇങ്ങേ തലയിൽ ഇഖ്ബാൽ ജാലിയൻവാലയുടെ പേരും കൊടുത്തു. എന്നിട്ട് അന്ന് മർക്കസ് എന്ന് പ്രഖ്യാപിച്ചത് ബറക്കാത്തി സയ്യിദന്മാർ വഴി കിട്ടിയതാണ് എന്നാണ്. പേരോട് മുസ്ലിം ആവേശപൂർവ്വം പല സ്ഥലത്തും പ്രസംഗിച്ചിരുന്നു. ഇത് ബറക്കാത്തി സയ്യിദന്മാർ കയ്യിൽ കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേരോട് പ്രസംഗിച്ചു. ആ ഭാഗം കേൾക്കാം. അല്ലെങ്കിൽ ആരും ഇനി കൂടി ഇല്ലാതിരിക്കുക. അങ്ങനെയാണ് നമുക്ക് തന്നതിനെ പറ്റിയാ ചർച്ച ചെയ്യേണ്ടത്. വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, അത് നിങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്ത ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്താ അതിന്റെ ആൾക്കാരോട് ചോദിക്കുക. ഇവിടെ നമുക്ക് തന്ന മുടി, അതിന്റെ നീളം എത്ര, അതിന്റെ വലിപ്പം എത്ര, അതിന്റെ എണ്ണ എത്ര, ഇതിനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്തത്. മറ്റതുണ്ടോ ഇല്ലേ, അതിന് കിതാബിൽ എന്ത് പറഞ്ഞു, ജവാഹിറുൽ ബിഹാറിൽ എന്ത് പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് എന്ത് പറഞ്ഞു, അതൊക്കെ വേറെ ചർച്ച ചെയ്തോ. നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇന്ന് 3 മുടി കഷ്ണമുണ്ട്. 2 ബറക്കാത്തി സയ്യിദന്മാരിൽ നിന്ന് ലഭിച്ചത്, 1 അഹമ്മദ് ഖസറജിയിൽ നിന്ന് ലഭിച്ചത്. ഈ തന്ന മുഴുവൻ ആളുകളെയും 100% മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ്. അപ്പൊ കണ്ടോ, 1 അഹമ്മദ് ഖസറജിയിൽ നിന്ന് ലഭിച്ചു, 2 ബറക്കാത്തി സയ്യിദന്മാരിൽ ലഭിച്ചു എന്നാണ്. അപ്പൊ ഏതാ ബറക്കാത്തി സയ്യിദന്മാർ വഴി ലഭിച്ചത്? നേരത്തെ സനദ് വായിച്ച സംഗതി. ഇഖ്ബാൽ ജാലിയൻവാല ചോർ ബസാറിൽ നിന്ന് കൊടുത്തതാണ് ബറക്കാത്തി സയ്യിദന്മാർ വഴി ലഭിച്ചു എന്ന് പറയുന്നത്. ഇനി ആരാ ബറക്കാത്തി സയ്യിദന്മാർ? അത് നൗഷാദ് മുസ്ലിയാർ തന്നെ പറഞ്ഞു തരും. അപ്പൊ ക്ലിയർ ആവും ബാക്കി കൂടി. അപ്പൊ എന്താ സംഗതി എന്ന് അറിയങ്ങള്? മർക്കസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിം ഉണ്ടായിരുന്നു. ഒരു മുത്തഅല്ലിം, ഞങ്ങൾ അവരോട് സംസാരിച്ചതാണ്. അയാള് യുപിക്കാരനാണ്. അപ്പോ അവിടേക്ക് ഒരു പതിവുണ്ടെന്ന് അറിയോ? ബർക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാദാത്യങ്ങളെ പേരിടും. ബറക്കാത്തിന്നോ ബുഖാരിന്നൊക്കെ പേരിടും. ഇത് പരമ്പരയായിട്ട് യാതൊരു ബന്ധവും അതിനുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മുത്തഅല്ലിം അയാളെ പേരിന്റെ കൂടെ ബറക്കാത്തി എന്ന് ചേർത്ത് കൊടുത്തതാണ്. അതാണ് ആരിഫ് ബറക്കാത്തി. ബറക്കാത്തി സാദാത്യങ്ങളായിട്ടൊക്കെ യാതൊരു ഒന്നുമില്ല. ഒരു ബറക്കത്തിന് കൊടുത്തതാവും. അപ്പൊ ബറക്കാത്തി സയ്യിദന്മാർ മർക്കസിൽ പഠിക്കുന്ന യുപിക്കാരനായ ആരിഫ് ബറക്കാത്തി എന്നൊരു വിദ്യാർത്ഥി, അതാണ് ബറക്കാത്തി സയ്യിദന്മാർ. അപ്പൊ എന്തായി? ജാലിയൻവാലയിൽ നിന്ന് കൊണ്ടുവന്ന മുടി ആരിഫിന്റെ കയ്യിൽ കൊടുത്തു. ഓനെങ്കിലും വാങ്ങി. പേരെന്തായി? ബറക്കാത്തി സയ്യിദന്മാർ വഴി കിട്ടിയതാണ്. സിൽസില വായിച്ചപ്പോഴോ അതിൽ ബറക്കാത്തി സയ്യിദന്മാരില്ല, അതിൽ ബറക്കാത്തില്ല, ആരിഫ് ബറക്കാത്തില്ല, ഒന്നുമില്ല. ജാലിയൻവാല കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫുള്ള് ഖാദിരി ഖാദിരി ഖാദിരിയുടെ ഒരുമാതിരി സ്ഥലത്താണ് ബാക്കിയൊക്കെ. ഇതാണ് തട്ടിപ്പിന്റെ 1ാമത്തെ ഘട്ടം. അന്ന് സെൻസിങ് മാസികയിൽ
കാന്തപുരം മുസ്ലിയാർ തന്നെ അഭിമുഖം കൊടുത്തുകൊണ്ട് നേർക്ക് നേരെ പറയുകയും ചെയ്തു, ഈ മുടിക്ക് സനദുണ്ട് എന്ന് പറയുകയും മക്കയിലെ വലിയ പണ്ഡിതൻ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന് സെൻസിംഗ് മാസികയിൽ 2009 കാന്തപുരം മുസ്ലിയാർ എഴുതുകയും ചെയ്തു. ഇത് കാണാം സ്ക്രീൻ സെൻസിംഗ് മാസിക. അതിൽ പറയാം, ഷൈർ മുബാറക്കിന്റെ സനദ് മർക്കസിലുണ്ട്. മഹാനായ സയ്യിദ് അലവി മാലിക്കി പണ്ട് ഞാൻ മക്കത്ത് ചെന്നപ്പോൾ എനിക്ക് ഷൈർ മുബാറക്ക് കാണിച്ചു തന്നിരുന്നു. പിന്നീട് മഹാനവർകൾ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ച ഷൈർ മുബാറക്കിനെ കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചു. മഹാനവർകൾ ഞാൻ മുതൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വരെ, തങ്ങളുടെ ഹജ്ജത്തുൽ വദാ വരെയുള്ള സനദ് പരിശോധിച്ചുകൊണ്ട് അതൊന്ന് ചുംബനം ചെയ്യാനുള്ള സമ്മതം ചോദിച്ചു. ഞാൻ 1000 വട്ടം സമ്മതം കൊടുത്തു. അപ്പൊ എന്താണ്, പണ്ട് ഞാൻ മക്കത്ത് പോയപ്പോൾ മൂപ്പരെ മുടി ഞാൻ കണ്ടക്കണ്ട്, ഇപ്പൊ മൂപ്പര് ഇവിടെ മുക്കത്ത് വന്നപ്പോൾ എൻ്റെ മുടി മൂപ്പർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ്. രണ്ടാൾ അങ്ങോട്ട് ഇസ്തിംതാകാറ്, രണ്ടാൾ അങ്ങോട്ടും കണ്ടു. അപ്പം മക്കത്തുനിന്ന് വന്ന ഏതോ വലിയൊരു കാര്യപ്പെട്ട ഷെയ്ഖിന്റെ അംഗീകാരം കിട്ടി. മൂപ്പര് സനദ് ഫുള്ള് പരിശോധിച്ചു, ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ട ശേഷം മൂപ്പര് ചോദിച്ചു, ഞാൻ ഒന്ന് ചുംബിക്കട്ടെ ആ മുടി. ആരാ അലവി മാലിക്കാരോ? കാരന്തൂർ മർക്കസിന് തറക്കലിട്ടാണ്, കാരന്തൂർ മർക്കസിന് തറക്കലിട്ടാണ് ഈ അലവി മാലിക്കി. അവിടുത്തെ മറ്റൊരു കാന്തപുരായ ആള്. എല്ലാ ശിർക്കും ഖുറാഫാത്തിനും തെളിവുണ്ടാക്കി കൊടുക്കുന്ന മനുഷ്യനാണ് അലവി മാലിക്കി. അയാളെ കയ്യിൽ മുടിയുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് അതിലും വലിയ മുടി ഇവിടെ കാണുന്നത്. മക്കത്തിനേക്കാളും വലിയ മുടി ഇവിടെ മർക്കസിലാണ്. അപ്പം സെൻസിങ് വായിക്കുന്ന ആൾക്ക് അറിയില്ലല്ലോ ഇപ്പം ആരാതൊന്നും. അപ്പം മഹാനായ പണ്ഡിതൻ, മഹാനവർകൾ എന്നൊക്കെ പറയുമ്പോൾ ഏതോ കാര്യപ്പെട്ട വലിയൊരു മുഹദ്ദീസ് അതൊക്കെ തോന്നിയാൽ ആയിക്കോട്ടെ. അപ്പം അദ്ദേഹം ഈ സനദ് പരിശോധിച്ചു. അങ്ങനെ ഞാൻ മുതൽ നബിതങ്ങളുടെ ഹജ്ജത്തുൽ വിദാഇ വരെയുള്ള സനദ് ഇതാണ്. ഞാൻ അപ്പുറത്തേക്ക് കൊണ്ട് കാര്യമില്ല. അന്നാണല്ലോ നബി മുടി വിതരണം ചെയ്തത്. ഹജ്ജത്തുൽ വിദാഇലാണ് നബിതങ്ങൾ മുടി സ്വഹാബത്തിന് വിതരണം ചെയ്തിട്ട് അവർക്കത് ഉപയോഗിക്കാനായി നൽകിയത്. അപ്പം അതുവരെയുള്ള സനദ് മഹാനവകൾ പരിശോധിച്ചു, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ചുംബിക്കാൻ സമ്മതം ചോദിച്ചു. 1000 വട്ടം സമ്മതം നൽകി എന്ന് സെൻസിംഗ് മാസികയിൽ മൂപ്പര് എഴുതി വിടാണ്. ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും അദ്ദേഹത്തിന് അറിയാം ഇത് അത്ര തന്നെ ക്ലിക്കായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല എന്നറിയാം. അതുകൊണ്ടാണ് മൂപ്പര് പിന്നെ മറ്റൊരു മുടി സംഘടിപ്പിക്കാനുള്ള പണി നോക്കിയത്. ഇത് ബോംബെയിലായതുകൊണ്ട് വിശ്വസിക്കുന്നില്ല മനസ്സിലായപ്പോൾ ഇനി ബോംബെന്നല്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് എവിടെയും കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കി. അതിനുള്ള പണി ഒപ്പിച്ചിട്ടാണ് പിന്നെ മൂപ്പര് 2ാമത്തെ മുടി അല്ലെങ്കിൽ 3ാമത്തെ മുടി, ആദ്യം കൊടുത്ത് 2 മുടിയാണ് പഴയ കൗല്. ബോംബെയിൽ നിന്ന് കിട്ടിയപ്പോൾ 2 മുടി ഒന്നിച്ചു കൊടുത്തത്. മൂപ്പര് കണ്ടമാനം മുടിയുണ്ട്. ഇക്ബാൽ ജാലിയ വാലത്ത് ഇപ്പോഴും ഇനി ധാരാളം മുടിയുണ്ട്. സമസ്തക്കാർ വെറുതെ പോയി നോക്കി, ഒരിക്കൽ 8 മുടി ഒന്നായി കൊടുത്തു. ഒരു ചോദിച്ച് ഒരു മുടിയാണ്, പക്ഷെ കൊടുത്തത് 8 എണ്ണാണ്. ജിഷാൻ മാഹി എന്ന അന്നത്തെ ഏപ്പിക്കാരൻ ഓൻ പറയുന്നു, ഞാനും പോയി ബോംബെയിൽ ഇയാളെ കാണാൻ വേണ്ടി ഉസ്താദെ ഒരു മുടി ചോദിച്ചു, എനിക്ക് 18 മുടി എന്ന് പറഞ്ഞു. കാരണം ഓനൊരു ATM കാർഡും കൊടുത്തു, കുറച്ച് പൈസയും കൊടുത്തു, കുറച്ച് ഹദിയും കൊടുത്തു. അപ്പം പിന്നെ 18 മുടി കൊണ്ടേക്ക് പോനെ എന്ന് പെട്ട് കൊടുത്തതാണ്. ഇങ്ങനെ ഒന്നാകെ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം കൂടെ മൂപ്പരോട് ഏറ്റെടുത്തേക്കാണ്. അങ്ങനെയാണ് കാന്തപുരം 2ാം ഘട്ടം നാടകത്തിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ അഹമ്മദ് ഖസ്റജി എന്ന് പറയുന്ന അബുദാബിക്കാരന് കൊണ്ടുവന്ന മുടി അതും ബോംബെയിലെ മുടിയാണ്, അതും ബോംബെയിലെ മുടിയാണ്. ബോംബെയിൽ നിന്ന് ആദ്യം അബുദാബി കയറ്റി, എന്നിട്ട് പിന്നെ ഒരു 4-5 കൊല്ലം അവിടെ വെച്ചിട്ട് പിന്നെ ഇറക്കി. 2007 ബോംബെയിൽ നിന്ന് അബുദാബിയിലേക്ക് അഹമ്മദ് ഖസ്റജിക്ക് ഈ മുടി കടത്താനുള്ള, മുടി അങ്ങോട്ട് കയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് 2007. അങ്ങനെ മുടി അവിടെ എത്തി, കുറച്ചു കാലം അവിടെ സൂക്ഷിച്ച് അതിനുശേഷം അദ്ദേഹം ഖസ്റജിയെ ക്ഷണിച്ചു കൊണ്ടുവന്ന് മർക്കസ് സമ്മേളനത്തിലേക്ക് എത്തിച്ചിട്ടാണ് പിന്നെ 2ാമത്തെ നാടകം ആരംഭിക്കുന്നത്. കാരണം ഇത് 2011 ചന്ദ്രികയാണ്. 2011 ജൂലൈ 2 ശനിയാഴ്ച ഇറങ്ങിയ ചന്ദ്രിക. അതിൽ കാണാം വിവാദമുടി വ്യാജം, കൂടുതൽ തെളിവുകൾ എന്ന് നേതാക്കൾ. വിവാദമുടി വ്യാജം, കൂടുതൽ തെളിവുകൾ എന്ന് നേതാക്കൾ. സമസ്ത നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ചു പ്രഖ്യാപിച്ചതാണ് അതിൽ പരാമർശിക്കുന്നത്. അതിന് പറയാണ് 2005 കാന്തപുരത്തിനും 2007 അഹമ്മദ് ഖസ്റജിക്കും മുംബൈയിലെ ഇഖ്ബാൽ ജാലിയാവാലയിൽ നിന്നാണ് പ്രവാചകന്റെ നിന്ന് അവകാശപ്പെടുന്ന മുടി ലഭിച്ചത്. 2007 മുടി ആവശ്യപ്പെട്ട് ഖസ്റജി ഇഖ്ബാൽ ജാലിയാവാലയ്ക്ക് നൽകിയ അപേക്ഷയും തൻ്റെ കൈവശമുള്ള മുടിക്ക് സനദ് ആവശ്യപ്പെട്ട് കാന്തപുരം ഇഖ്ബാൽ ജാലിയാവാലയ്ക്ക് നൽകിയ കത്തും നേരിൽ കണ്ടതായി നേതാക്കൾ അറിയിച്ചു. സമസ്തയുടെ സംഘം ബോംബെക്ക് കയറി ജാലിയാവാലയെ കാണാൻ. മുടി വാങ്ങാനെന്ന പേരിലാണ് പോയത്. അങ്ങനെ ഒരു മുടി ചോദിച്ചപ്പോൾ 8 മുടികൾ കൊടുത്തു. അങ്ങനെ അദ്ദേഹവുമായി ബന്ധം സ്ഥാപിച്ചു. ആ കൂട്ടത്തിൽ ബോംബെയിലെ ചോർ ബസാറിലുള്ള മൊത്തം തിരുശേഷിപ്പ് എന്ന് പറയപ്പെടുന്ന മുഴുവൻ സംഗതികളും കാണിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ ഇവരെ കണ്ട കാഴ്ചയാണെന്ത്, 2007 അഹമ്മദ് ഖസ്റജി അയച്ച കത്ത്. എന്ത്, ഒരു മുടി എനിക്ക് തരുമോന്ന്.
ഒരു മുടി തരാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അഹമ്മദുൽ ഖസ്റജി അബുദാബിയിൽ നിന്ന് കാന്തപുരത്തിനെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് ഇവിടെ കത്തൊടുക്കുന്നു. അങ്ങനെ ഇവിടുന്ന് ഒരു മുടിയുമായി ഒന്നും എത്ര നമുക്കറിയില്ല, ആ മുടിയുമായി ഇയാൾ അങ്ങോട്ട് കയറുന്നു. അതിന് ഇടനിലക്കാരനായി ബ്രോക്കറായി വർക്ക് ചെയ്തത് ഇയാളാണ് എന്നാണ് ഒക്കെ നീ പറയുന്നുണ്ട്. ഖസ്റജ് കത്തൊടുത്തു മാത്രമല്ല, കാന്തപുരം കത്തൊടുത്തതിന് ഇതിന് സനത് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് കത്തൊടുത്തു. പക്ഷെ അത് കിട്ടിയില്ല, ആ സനത് കിട്ടിയില്ല. അപ്പോഴാണ് പിന്നെ ഇവിടെ സ്വന്തമായി സനത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. കണ്ടോ, കാന്തപുരത്തിന് മുടി ലഭിച്ച് 2 വർഷത്തിന് ശേഷം 20/5/2007 അഹമ്മദ് ഖസ്റജി മുടി ആവശ്യപ്പെട്ട അപേക്ഷ നൽകിയത്. 2005 കാന്തപുരത്തിന് ഒന്നാമത്തെ 2 മുടി കിട്ടിയത്. 2007 മെയ് 2 ഖസ്റജി കത്തൊടുക്കുന്നത്. എന്ത്, എനിക്കും വേണം മുടി എന്ന് പറഞ്ഞുകൊണ്ട്. തൻ്റെ കൈവശമുള്ള 2ാമത്തെ മുടി ആധികാരികമാണെന്ന് വരുത്തി തീർക്കാൻ അഹമ്മദ് ഖസ്റജിയെ കൊണ്ട് ഇഖ്ബാൽ ജാലിയാവാലയിൽ നിന്ന് മുടി വാങ്ങുന്നതിന് കാന്തപുരം ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. ഖസ്റജിക്ക് മുടി കിട്ടി 3 വർഷം കഴിഞ്ഞ് യഥാർത്ഥ കേശമാണെന്ന നിലയിൽ വീണ്ടും മർക്കസിൽ മുടിയെത്തിക്കാൻ തന്ത്രപരമായ നീക്കമാണ് നടന്നത്. അപ്പോൾ 2007 അപേക്ഷ കൊടുത്തു, അതിന് നടപടികൾ പൂർത്തിയാക്കി, ഇവിടുന്ന് മുടി കിട്ടി. ആ മുടി അബുദാബി കയറ്റി അവിടെ ഏതാനും കൊല്ലം അവിടെ സൂക്ഷിച്ചു. എന്നിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞു, ഇതാ മറ്റൊരു മുടി കൂടി ഇപ്പം കിട്ടിയിരിക്കുന്നു. ആദ്യത്തെ മുടി ബോംബെയിൽ നിന്ന് ഡയറക്റ്റ്, ഇത് ബോംബെയിൽ നിന്ന് അബുദാബി വഴി കണക്ഷൻ ഫ്ലൈറ്റാണ്, അവിടെ കയറിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അങ്ങനെ ഖസ്റജയെ കൊണ്ടുവന്നു. സമ്മേളനത്തിൽ വെച്ച് ഖസ്റജയെ കൊണ്ട് തന്നെ പ്രഖ്യാപിപ്പിച്ചു, ഇതാ ഷെയ്ഖ് അബൂബക്കർ നൽകുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയും പേരോട് മുസ്ലിം അടക്കമുള്ള സാധുക്കൾ അത് വിശ്വസിക്കുകയും ആവേശത്തോടെ തക്ബീറും ചൊല്ലി പരിഭാഷപ്പെടുത്തി അത് സമൂഹത്തോട് പറയുകയും ചെയ്യുന്ന ഭാഗം നമുക്ക് കേൾക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവാകപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക്. അപ്പൊ കണ്ടോ, ഇതാണ് 2ാമത്തെ മുടി. എണ്ണം 3, പക്ഷെ 2ാം ഘട്ട മുടി. 1ാം ഘട്ടം 2005 2 മുടി. 2011 പിന്നെ ഇത് മർക്കസിലേക്ക് എത്തി. അപ്പം 2007 അപേക്ഷ കൊടുത്ത് മുടി അബുദാബിയിലേക്ക് എത്തിച്ച് അവിടെ ഏതാനും കൊല്ലം വെച്ചിട്ട് പിന്നെ എനിക്കിതാ മറ്റൊരു മുടി കൂടി കിട്ടിയിരിക്കുന്നു, അത് അഹമ്മദുൽ ഖസ്റജിയിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബുദാബിക്കാരനെ ചട്ടം കെട്ടിക്കൊണ്ടുവന്നു. ഇവിടെ അയാളെ കൊണ്ട് തന്നെ പ്രഖ്യാപിപ്പിച്ചു. അത് പേരോട് മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയ പ്രസംഗം അന്ന് തക്ബീറും ചൊല്ലി അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് 2ാമത്തെ മുടി ഇവിടെ എത്തുന്നത്. ആ ഖസ്റജി മുടി കൊണ്ടുവന്നപ്പം മുടി മാത്രമല്ല കൊണ്ടുവന്നത്, വേറെ ഒന്നും കൂടി കൊണ്ടുവന്നു. അത് ഖസ്റജി തന്നെ പറഞ്ഞോട്ടെ, കേട്ടോളൂ നിങ്ങൾ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഇന്ത്യക്കാരായ വിശ്വാസികളെ, നിങ്ങൾക്കിതാ ഞാനൊരു വലിയ സമ്മാനം തരാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാൻ ഇതാ നൽകുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അത് ഇൻഷാ അല്ലാഹ് എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ നിങ്ങളെ ഉണർത്തുന്നതാണ്. നബിയുടെ പാത്രം കണ്ടു, നബി ഉപയോഗിച്ച പാത്രമാണത്രേ. അപ്പൊ ഈ മുടി കൊണ്ടുവന്നപ്പോൾ അതിന്റെ കൂടെ ഒരു പാത്രം കൂടി കൊണ്ട് കാണിച്ചു കൊടുക്കുക. പാത്രം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം, കാണാനുള്ള ചാൻസ് ഇപ്പൊ തരാം. ഇനി ഈ പാത്രത്തിൽ ഒഴിച്ച വെള്ളം നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്താ വഴി, അത് ഷെയ്ഖ് അബൂബക്കറുമായി ചർച്ച ചെയ്ത് ഞാൻ ഏർപ്പാടുണ്ടാക്കി തരാം. അപ്പൊ ഈ ഖസ്റജിയും ഏതാണ്ട് കുഴപ്പക്കാരനല്ല എന്ന് മനസ്സിലായി. ഏതാണ്ടൊക്കെ പറ്റ കൂട്ടന്നെയാണ് കാന്തപുരത്തിന്. ഇതാണ് 2ാം ഘട്ട മുടി. ഇതാണ് വലിയ ആവേശത്തോടെ ഇവിടെ ഇറക്കിയത്. 1ാമത്തെ മുടി അതോട് പിന്നെ വല്ലാണ്ട് എക്സ്പയർ ആയിപ്പോയി. ഇതിന് വന്നപ്പോൾ പിന്നെ ആദ്യത്തെ മുടി എക്സ്പയർ ആയി. അങ്ങനെ ഇതിന് വലിയ ആവേശമായി നാട് മൊത്തം ഫ്ലക്സും ബാനറും ബോർഡും വെച്ചു എന്ന് മാത്രമല്ല, ഒരു മുടിപ്പള്ളിയും പ്രഖ്യാപിച്ചു. ഈ മുടി സൂക്ഷിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 40 കോടിയുടെ പള്ളി എന്നും പറഞ്ഞ് പാണക്കാട് വരെ പോയിട്ട് പൈസ പിരിക്കാൻ നോക്കി മനുഷ്യന്മാരാ മതി. അവിടുന്ന് 1000 ഉറുപ്പിക കിട്ടിയാൽ അത് വെച്ചിട്ട് വേറെ എത്രയോ ആയിരങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്നവർക്കറിയാം. അങ്ങനെ പള്ളി പ്രഖ്യാപിച്ചു. 2012 ജനുവരി 30 പള്ളിയുടെ ശിലാസ്ഥാപനവും നടത്തി. 2012 ജനുവരി 30 കോഴിക്കോട് പട്ടണത്തിൽ സമ്മേളനം വിളിച്ച് ആ സ്റ്റേജിൽ വെച്ച് പ്രതീകാത്മകമായി അതിൻ്റെ ശിലാസ്ഥാപനം നടത്തി. എവിടെ നിന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അത് സ്റ്റേജ് 40 ആൾ
കൂടിയിട്ട് 40 ഇഷ്ടിക വെച്ചിട്ടാണ് ശിലാസ്ഥാപനം നടത്തിയത്. 40 കൂടിയാണ് മുഷാവറിൽ 40 ആളുമാണ്. ഈ 40 മുഷാവർ മെമ്പർമാരെ കൊണ്ടും ഓരോ ഇഷ്ടിക പിടിപ്പിച്ചിട്ട് ഇതിനെ ശിലാസ്ഥാപനം എന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് ഇപ്പം എത്ര കാലമായി? 13 കൊല്ലം കഴിഞ്ഞു. 2012 ജനുവരി 30-നാണ് ആ ശിലാസ്ഥാപനം ഉണ്ടായത്. അതിന് ശേഷം പള്ളി എന്തായി, എവിടെ, എന്താ ഒരു പിടുത്തില്ല. നോളജ് സിറ്റി അതല്ല, അത് വേറെയാണ്, അത് വേറെ പ്രൊജക്റ്റാണ്. നോളജ് സിറ്റി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് പത്രക്കാർ ചോദിച്ചു, ഇതാണോ നിങ്ങൾ മുടിക്ക് വേണ്ടാക്കുന്ന പള്ളി? അല്ല, അത് വേറെയാണെന്നാണ്. അത് കോഴിക്കോട് ടൗണിൽ തന്നെയാണ് ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നത്, മറ്റത് വേറെ. നോളജ് സിറ്റി വേറെയാണ്, മുടിപ്പള്ളി കോഴിക്കോട് ടൗണിലാണ്. അതിൻ്റെ പെർമിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാകുന്ന മുറക്ക് എത്രയും വേഗം തുടങ്ങും എന്നാണ് അന്ന് കാന്തപുരം മുസ്ലിയാർ തന്നെ പ്രഖ്യാപിച്ചത്. പക്ഷെ പിന്നെ പള്ളി ഉണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ട കോടികൾ അത് ഏത് കോടിയൊക്കെ പോയി, അള്ളാഹുവിനും അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ആ വിവാദങ്ങളൊക്കെ നാട് നീളം നടന്ന് അതിൻ്റെ പേരിൽ കുറേ സാമ്പത്തിക ചൂഷണം നടന്ന് അതിനിടയിലാണ് 2018 ഇയാൾ പിന്നെ ഒരു പുതിയ മുടി, 4ാമത്തെ മുടി കിട്ടുന്നത്. ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് മുടി കൊടുക്കാനാണ്, മുടി കിട്ടലാണ്. 2018 ഇയാൾക്ക് പുതിയൊരു മുടി. അതെവിടുന്ന? അത് മദീനയിൽ നിന്ന്. അപ്പോൾ 1ാമത്തെ ബോംബെയിൽ നിന്ന്, അന്ന് 2 എണ്ണം. 2ാമത്തെ അബുദാബിയിൽ നിന്ന്. പിന്നെ 3ാമത് കിട്ടിയ മുടി മദീനയിൽ നിന്ന്. 2018 നവംബർ 13 സുപ്രഭാതം പത്രത്തിൽ കാണാം, വിവാദ കേശവുമായി വീണ്ടും കാന്തപുരം. വിവാദ കേശവുമായി വീണ്ടും കാന്തപുരം. എന്താ പറഞ്ഞത്? പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന് അവകാശപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പുതിയ കേശവുമായി രംഗത്ത്. കഴിഞ്ഞ ദിവസം മലപ്പുറം കുണ്ടൂരിൽ നടന്ന പരിപാടിയിലാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത്. മദീനയിൽ നിന്നാണ് തനിക്ക് കേശം ലഭിച്ചതെന്ന് പറഞ്ഞ അദ്ദേഹം അതിൻ്റെ ആധികാരികത വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ 2018 വീണ്ടും പ്രഖ്യാപിച്ചു മദീനയിൽ ഒരു മുടി കിട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പം 4 മുടിയായി, 3 തവണയായി 4 മുടിയാണ് മൊത്തത്തിൽ മൂപ്പര് കിട്ടിയത്. അപ്പം മൂപ്പർക്ക് മനസ്സിലായി ഇത് തരക്കേടില്ലാത്ത കച്ചവടം, വലിയ മുതൽ മുടക്കൊന്നുമില്ലല്ലോ. ഒരു ജാറുണ്ടാക്കണമെങ്കിൽ വരെ 10 കല്ലും മരച്ചാക്ക സിമെൻറ്റും വേണം, ഇതിനിപ്പോൾ അതും വേണ്ട, ഒരു മുടക്കില്ല. നുണ പറയാൻ ധൈര്യം ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ ഈ കച്ചവടം തരക്കേടില്ലാന്ന് കണ്ടപ്പോഴാണ് പിന്നെ ആ മുടിയുടെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നെ പലതും മൂപ്പര് കൊണ്ടുവന്നത്. അങ്ങനെ ഇന്നും ഏതാണ്ട് മൂപ്പഴുത്ത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഒരു ഹോൾസെയിൽ തുടങ്ങാൻ മാത്രമുള്ള ഏതാണ്ട് എല്ലാ ശേഷിപ്പുകളും മൂപ്പത്ത് എത്തിയിട്ടുണ്ട്. ബാക്കി അധികം വൈകാതെ എത്തുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞോട്ടെ, കഴബൻ്റെ കില്ല വരെ, കഴബൻ്റെ നിബിധങ്ങളുടെ ഖബറിന് മീതെ പുറക്കുന്ന ഒരു കില്ല അതുവരെ കിട്ടാൻ ചാൻസ് ഉണ്ട് വരെ പറഞ്ഞുകൊണ്ട് കേടുന്ന പറയട്ടെ മൂപ്പരെ. തങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മെനയാന്ന് രാത്രി മദീന മുനവ്വറയിൽ ഒരു പഴയ കില്ല കണ്ടു. മദീനത്ത് നേരത്തെ എഴുതി ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ മൂടിയിരുന്ന ഒരു കുബ്ബ സൗദി ഭരണം വന്നിട്ടിപ്പോ ഏകദേശം 100 കൊല്ലത്തിന്റെ അടുത്തായി. ആ കൊല്ലം വരുന്നതിന്റെ 250 കൊല്ലം മുമ്പ് നെയ്തുണ്ടാക്കപ്പെട്ട ഈ കില്ല, അതിൽ 2 ഹദീസ് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ അത് കാണുകയില്ല. ഒന്ന്, മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി എന്ന് അന്നത്തെ കില്ലയിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് അതേ കില്ലയിൽ എഴുതിയതാണ്, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. അപ്പൊ എത്രയായി? 260 360 കൊല്ലം മുമ്പ് മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ മൂടിയ ആ കില്ല, ആ കഷ്ണം, ആ വലിയ വിലപിടിപ്പുള്ള ഞാനത് സൂക്ഷിച്ച ആളോട് ചോദിച്ചു, ഇത് നമുക്ക് തരുമെന്ന്. അദ്ദേഹം പറഞ്ഞു, ആലോചിക്കാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. പക്ഷേ $5 മില്യൺ ഇതിന് വില പറഞ്ഞിട്ടും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് വേണം കൊടുത്തു പറഞ്ഞു. അപ്പൊ കണ്ടത് അടുത്ത ചൂണ്ടിലിട്ടതാണ്. ഇപ്പോൾ ചോദിച്ചു, എനിക്ക് തന്നുകൂടെ ചോദിച്ചു. കാരണം അവിടെ വെച്ച് ഒരു കാര്യമൊന്നും ചിലപ്പോൾ മദീനത്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇവിടെ കൊണ്ടുവന്നാലോ വലിയ കാര്യമുണ്ട്. അപ്പം ഈ ഒരു കില്ല തരാൻ പറ്റിയ ആലോചിക്കാന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ ആലോചന നടക്കപ്പോഴും ഇനി ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആലോചന പൂർത്തിയായിട്ട് ഇറക്കുമതി ചെയ്യും. പക്ഷേ $5 മില്യൺ പറഞ്ഞിട്ടും കൊടുത്തിട്ടില്ല. അപ്പം അതിലേറെ പറഞ്ഞാൽ തരും
സൗദി അറേബ്യയിൽ മുടിക്കച്ചവടമല്ലേ, അവിടെ ഇങ്ങനെ മുടിയും പുതപ്പും ഇതൊക്കെ ഇങ്ങനെ വിറ്റ് കാശുണ്ടാക്കാൻ ഏർപ്പാടാണെങ്കിൽ സൗദി ഗവൺമെൻറ് വേറെ ഒരു വരുമാനം ആവശ്യമില്ല, പെട്രോളും വേണ്ട ഒന്നും വേണ്ട, ആ ഖബർ മതി അവിടെ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ. പക്ഷേ ഇസ്ലാമിൽ അതില്ലാത്തത് കൊണ്ട് ഖബറിൻ്റെ പേരിലോ ശേഷിപ്പുകളുടെ പേരിലോ യാതൊരു ചൂഷണവും സൗദി ഗവൺമെൻറ് അൽഹംദുലില്ലാ ഇപ്പം ചെയ്യുന്നില്ല. പഴയ കാലത്തുണ്ടായി, തുർക്കിയുടെ കാലത്തൊക്കെ പണ്ടുണ്ടായിരുന്നു, അത് പല കാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ. അപ്പം നബിതങ്ങളുടെ ഖബറിന് മീതെ പുതച്ച ഒരു കില്ല, ഒരു പുതപ്പ്. നബിതങ്ങളുടെ ഖബർ ആളുകൾ കാണാതായിട്ട് നൂറ്റാണ്ടുകളായി 3 ചുമരുകൾക്കുള്ളിലാണ് ആ ഖബർ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞുവല്ലോ, ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. നബിതങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പടച്ച റബ്ബ് കൊടുത്ത ഉത്തരമാണ് ആ 3 ചുമരുകൾ. നബിതങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല റബ്ബേ എന്ന് നബിതങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് കൊടുത്ത ഉത്തരമാണ് ഫഅഹാതഹു ബിസലാസത്തിൻ മിനൽ ജുദ്റാനി, 3 ചുമരുകൾ കൊണ്ട് ആ ഖബർ സംരക്ഷിച്ചു. കാരണം ഖബർ ഒരാൾക്കും ആരാധിക്കാൻ കിട്ടുന്നില്ല. ആ ഖബർ തൊടാനോ ആ ഖബർ കാണാനോ ആ ഖബറിലേക്ക് ചെല്ലാനോ കഴിയാത്ത വിധം 3 ചുമരുകൾക്കുള്ളിലായി പടച്ച റബ്ബ് ആ ഖബർ സംരക്ഷിച്ചിട്ട് ഏതാണ്ട് 1000 കുലത്തിന് മീതെയായി. ആദ്യകാലത്ത് ഖബർ കാണാമായിരുന്നു. പിന്നീട് ചരിത്രത്തിൽ പലപ്പോഴായി നബിതങ്ങളുടെ ഖബർ തുറന്ന് ആ ശറഫാക്കപ്പെട്ട ശരീരം അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഷിയാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നീട് സംരക്ഷിക്കപ്പെടാനായി ഭിത്തികൾ നിർമ്മിച്ചത്. അതിനുള്ളിലേക്ക് കവാടം പോലും ഇല്ലാത്ത വിധം അത് അടക്കപ്പെട്ടിട്ട് 1000 കൊല്ലം കഴിഞ്ഞു. ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ, വ്യാഖ്യാതാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നബിതങ്ങളുടെ ഖബറും സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറും ഉമർ ഖത്താബിന്റെ ഖബറും ഒക്കെ എങ്ങനെയാണ് എന്ന് ഹദീസിലെ പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് അവർ ഏകദേശം രേഖാചിത്രം വരച്ചത് ഫത്ഹുൽ ബാരി പോലെയുള്ള കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. നബിതങ്ങളുടെ ഖബറിന്റെ ഏത് ഭാഗത്താണ് സിദ്ദീഖുല്ലാഹിന്റെ ഖബർ? 2-3 അഭിപ്രായം കാണാം. ഒന്ന്, നബിതങ്ങളുടെ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് സിദ്ദീഖുല്ലാഹിന്റെ തല ആരംഭിക്കുന്ന വിധത്തിൽ അല്പം ഇറങ്ങിക്കൊണ്ടാണ് 2ാമത്തെ ഖബർ. സിദ്ദീഖുല്ലാഹിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഉമർ ഖത്താബിന്റെ തല ആരംഭിക്കുന്ന വിധത്തിൽ അല്പം കൂടി ഇറങ്ങിയിട്ടാണ് 3ാമത്തെ ഖബർ എന്ന് ഒരഭിപ്രായം. അതല്ല, മറ്റൊരു രൂപത്തിലാണ് വേറെ. ഇങ്ങനെ 2-3 ചിത്രങ്ങൾ ഹദീസിലൊക്കെ വന്ന, ചരിത്രത്തിൽ വന്ന പരാമർശങ്ങളെ വെച്ചുകൊണ്ട് ഏതാണ്ട് അവരൊക്കെ ഇങ്ങനെ വരച്ചിട്ട് കാണാൻ, ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. എന്താ കാരണം? ഉള്ളിൽ കയറാൻ വകുപ്പില്ല. ഉള്ളിൽ കയറി നോക്കിയാൽ പ്രശ്നം തീരൂലേ? അതില്ല. അതിന് ഒരു നിർവാഹവുമില്ലാത്ത വിധം ഉള്ളിലേക്ക് കടക്കാൻ കവാടങ്ങൾ പോലുമില്ലാതെ 3 ചുമരുകൾക്കുള്ളിൽ ആ ഖബർ അല്ലാഹു തആല സംരക്ഷിച്ചു. പിന്നീട് ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ മദീന പള്ളിക്ക് തീപിടുത്തമുണ്ടായി. മുഅദ്ദിൻ രാത്രി പോകുമ്പോൾ വിളക്കൂതാൻ മറന്നുപോയി. ആ വിളക്ക് തട്ടിമറിഞ്ഞ് തീപിടുത്തമുണ്ടായി. മദീന പള്ളിയുടെ നല്ലൊരു ഭാഗം ഒന്നായി കത്തി അമർന്നു. അന്ന് നബിതങ്ങളുടെ ഖബറിന്റെ ആ ചുമരുകളും ഏതാണ്ട് മുഴുവൻ കേടുപാടുകൾ സംഭവിച്ചു. അന്നൊന്ന് പുതുക്കിപ്പണിതു. ആ പുതുക്കിപ്പണിതിൻ്റെ ഭാഗമായി അന്ന് ബാക്കിയുള്ള ചുമരൊക്കെ തട്ടി നീക്കി അവിടെ എല്ലാം വൃത്തിയാക്കി 2ാമത് പിന്നെ അതേപോലെ നിർമ്മിക്കുന്നത്. അന്നാണ് ഇടക്കാലത്ത് പിന്നെ ഖബർ കാണാൻ ഒരു സാഹചര്യമുണ്ടായത്. അന്ന് കണ്ട ആളാണ് അല്ലാമ സുംഹൂദി റഹിമഹുല്ലാ. അദ്ദേഹത്തിന് വഫാഉൽ വഫാ ബി താരീഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വിശദമായി അദ്ദേഹം അന്ന് കണ്ട കാഴ്ചകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതാണ് ചരിത്രത്തിൽ പിന്നീട് ഖബർ കണ്ടത്. അതിന് ശേഷം പിന്നെ കാണാനും പറ്റിയിട്ടില്ല. അതിന് മുമ്പും കണ്ടിട്ടില്ല, നൂറ്റാണ്ടുകൾ. അതിന് ശേഷം കഴിഞ്ഞ 500-600 കൊല്ലമായി അതാരും കണ്ടിട്ടില്ല. എന്നിട്ടാണ് മൂപ്പര് വഹാബി ഗവൺമെൻറ് വരുന്ന മുമ്പ് ആ ഖബറിന് മേലിട്ട പുതപ്പ് ഇപ്പോഴും സൂക്ഷിച്ച് മൂപ്പർക്ക് അത് 5 കോടിക്ക് കൊടുക്കാനുള്ള സാധ്യത മൂപ്പര് പറയണത്. അപ്പം അതിന് ഒരുപാട് ധ്വനിയുണ്ട്. വഹാബിയാൾ അതൊക്കെ ഇല്ലാതാക്കിയത് എന്നും കൂടി വിശ്വസിപ്പിക്കാനോ. സ്വഹാബിയാളെ ചെയ്ത പണി പിന്നെ വഹാബിയാളെ ഏറ്റെടുത്തേ ഉള്ളൂ, അല്ലാതൊന്നും. ഇടക്കാലത്ത് ഇവിടെ ചില ഖുറാഫികൾ എന്നപ്പോൾ അത് കോലം മാറ്റിയിരുന്നു. അത് 2ാമത് പഴയതിലേക്ക് ശരിയിലേക്ക് തിരിച്ചുകൊണ്ട് വരികയാണ് വഹാബികൾ ചെയ്തത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. 2 ഹദീസ് എഴുതിച്ചു എന്നാണ്, 2 ഇല്ലാത്താണ്. ഒന്ന് മൻസാറ ഖബരി വജബത് ലഹു ശഫാഅത്തി, ദുർബലമായ ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു സ്ഥിരപ്പെട്ടിട്ടില്ല. മൗദൂആണ്, നിർമ്മിതമാണ്. അല്ല പറയുന്നു എന്ന് പറഞ്ഞ അള്ളാന്റെ പേരിൽ വ്യാജമായി ആരോ ഉണ്ടാക്കി വിട്ടതാണ്. പണ്ട് മുസ്തഫ ഫൈസി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ ഹദീസ് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, പല കിതാബിൽ നോക്കി, എവിടെയും കാണുന്നില്ല. ഞാൻ വഹാബികളുമായി ഖണ്ഡനം നടത്തിയപ്പോൾ വഹാബി മൗലവിമാരെ പിന്നാലെ കൂടി ഈ ഹദീസ് എവിടെ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അവസാനം എനിക്ക് കിട്ടി. ഇബ്നുൽ ജൗസിയുടെ അൽ മൗദൂആത്ത് എന്ന കിതാബിലുണ്ട്. മുസ്തഫ ഫൈസി പ്രസംഗിച്ചതാണ്. അത് മൗദൂആത്താണ്. എവിടെയൊക്കെ വ്യാജമായ ഹദീസ് ഉണ്ടാക്കിയോ അതെല്ലാം കൂടി ശേഖരിച്ച കിതാബാണ്. വ്യാജമായി ഉണ്ടാക്കിയതെല്ലാം കൂടി ശേഖരിച്ചു വെച്ചു. എന്തിന്? ഇങ്ങനെയൊക്കെ കുറേ വ്യാജനകളുണ്ട്, പെട്ടുപോകേണ്ടതില്ല എന്ന് സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി
ഇബ്നുൽ ജൗസി റഹിമഹുല്ല ഹിജ്റ 500 ജീവിച്ച പണ്ഡിതൻ, അദ്ദേഹം വന്ന് എഴുതിയ കിതാബ് അൽ മൗദൂആത്ത്. ഇതിന് മൂപ്പര് പോലെ ആ കിതാബിലുണ്ട്. തക്ബീറും ചൊല്ലി അനുയായികൾ പാസ്സാക്കി കൊടുത്തു. അപ്പം ഇതാണ് ഇപ്പം ഈ പുതപ്പമ്മ എഴുതി വെച്ചു എന്ന് പറയുന്നത്. അപ്പം ആ പുതപ്പ് മൂപ്പരിങ്ങനെ പറഞ്ഞ് വിലകൊണ്ടൊക്കെ നിൽക്കുകയാണ്. കച്ചവടം ഉറച്ച് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അതും കൂടി എത്താൻ ഭാഗ്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നബിയുടെ ഖബറിന് മേലുള്ള പുതപ്പ്, അതേപോലെ നബിൻ്റെ പാത്രം കാണാൻ ഭാഗ്യം കിട്ടി. ഇനിയിപ്പോൾ എന്നാണ് ആ പാത്രം കണ്ട് എത്താൻ നമുക്കറിയില്ല. അപ്പോൾ കണ്ടു, ഒരു ഒറ്റ കാഴ്ച കണ്ടു. ഇനി അത് ഒരു പക്ഷേ സ്ഥിരമായി കേരളത്തിൽ കൊടുത്തുവിടായൊന്നുമില്ല. അതേപോലെ പിന്നെ മണ്ണ്, ഏത് മണ്ണ്? നബിതങ്ങളുടെ ഖബറിന് അവിടെയുള്ള മണ്ണ്. ആ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് പോയിട്ട് വടിച്ചൂട്ടിക്കൊണ്ടുള്ളതാണ്. നമ്മുടെ സാധാരണ പണ്ടൊക്കെ ഈ തട്ടവീടിന് മുമ്പിൽ അതിരാവിലേക്കാണ് ചില പെണ്ണുങ്ങൾ ഇങ്ങനെ മണ്ണ് അടിച്ചുകൂട്ടുന്നത്. അതൊക്കെ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ അടിച്ചു പെറുക്കുക, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തരി അതിന് കിട്ടുമോ എന്നാണ് നോക്കുക എന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് അവിടെ പോയുള്ള പണിയതാണ്. മൂപ്പര് പറയട്ടെ, ആ മണ്ണുണ്ട് എന്നാണ്. നിങ്ങൾ ആദരിക്കണ്ട. നാളെ ഇൻഷാ അല്ലാഹ് മർകസ് തഖാഫത്തി സുന്നിയയിൽ ഷഹർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഹർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഹർ മുബാറക്കിൻ അതിൽ മുഖ്യതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. അല്ലാഹു അക്ബർ. അപ്പോൾ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ എന്താ? നബിതങ്ങളുടെ ഖബറിന്റെ ഉൾക്കൊള്ളുന്ന ആ റൂമിൽ വരുന്ന പൊടിപടലങ്ങൾ, അവിടെയുള്ള മണ്ണ്, അതൊക്കെ പടങ്ങനെ തുടച്ച് അടിച്ച് കൊണ്ടുവന്നിട്ട് അതും കൂടെ മുഖ്യ വെള്ളമാണ്. അവിടെ പോയാൽ മനുഷ്യന്മാർക്ക് അറിയാം, അവിടെ 24 മണിക്കൂർ തുടച്ചുകൊണ്ടേ. അവിടെ എന്ത് പൊടി അവിടെ! ഞാൻ അവിടെ വല്ല പൊടി ഉണ്ടെങ്കിൽ ഇയാൾക്കവിടെ പോയിട്ട് ഇത് അടിച്ചു വരാൻ കിട്ടും. അപ്പോഴേക്ക് പോലീസ് പിടിച്ചുകൊണ്ട് പോകും. സഹോദരന്മാരെ, എന്നും വിറ്റ് കാശാക്കുന്നിടത്തേക്കാണ് ഇയാൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു 5-6 കൊല്ലമായിട്ട് ഇപ്പോൾ കോവിഡൊക്കെ വന്നപ്പോൾ ഒന്നിട അമർന്നിരുന്നു. പിന്നെ മുടിയൊന്നും വല്ലാതെ വന്നിട്ടില്ല. മൂപ്പരെല്ലാണ്ട് എടുത്തു വെക്കാനുമില്ല. മൂപ്പർക്ക് വിശ്വാസമില്ലല്ലോ ഇപ്പം. അങ്ങനെയാണ് ഇപ്പം അവസാനം മകൻ്റെ തട്ടിപ്പാകാനാണ് സാധ്യത. വാപ്പാനെ കൊണ്ട് 94-ാമത്തെ വയസ്സിൽ ഒന്നും കൂടി പ്രഖ്യാപിപ്പിച്ചതാണ് പറ്റും ലാസ്റ്റ്. ഇപ്പം ഏതാണ്ട് പറ്റ വയ്യാതായി. ആ 94 വയസ്സായിട്ടും നമ്മുടെ ബഹാവുദ്ദീൻ നബി പറഞ്ഞു 94-ാമത്തെ വയസ്സിൽ ഇയാൾ നുണ പറയുകയാണല്ലോ എന്ന്. ഇപ്പം ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ വന്നപ്പോൾ ബഹാവുദ്ദീൻ നബീൻ്റെ പ്രസംഗം വന്ന് അദ്ദേഹം പറഞ്ഞാണ്, ഏത് മനുഷ്യന്മാർക്കും വയസ്സ് കുറേയൊക്കെ കൂടുമ്പോൾ മരിക്കാനായ തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നുണയൊന്നും പറയില്ല. ഇയാൾക്ക് 94 വയസ്സായിട്ട് പിന്നെയും നുണ പറയുകയാണല്ലോ എന്ന് വഹാബുദ്ദീൻ നബി ഇപ്പം കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചു. അപ്പം അങ്ങനെ പ്രഖ്യാപിപ്പിച്ചിട്ടതാണ്. അതിലും പറഞ്ഞു എന്ത്? ഇവിടെ മുടി മാത്രമല്ല, ഇപ്രാവശ്യം കിട്ടിയത് നബിയുടെ ഉമിനീരാണ്. നബിയുടെ ഉമിനീര്, അതേപോലെ നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഒലിച്ച വെള്ളം, ആ വെള്ളത്തിൻ്റെ ഒരു വിഹിതം, അത് രണ്ടും കൂടി മിക്സ് ചെയ്തു. പിന്നെ മദീനത്തെ പൊടിയും, അത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് 4ാമത് മുടിയും, ഇത് 4ഉം കൂടി കൂട്ടിയ ഒരു മിശ്രിതമാണ് ഇപ്രാവശ്യം മുടി കൊടുക്കുന്നത്. മാത്രവുമല്ല ഇപ്പം അവസാനം പ്രഖ്യാപിച്ചെന്താണ്? ആ മുടിയിലാ വളർന്നിരിക്കുന്നു. അപ്പം സംശയമുണ്ട്, 2005 മുടിയാണോ വളർന്നത്, അതോ 2011 മുടിയാണോ വളർന്നത്, 2018 മുടിയാണോ വളർന്നത്? അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അതും ആകെ 1/2 സെന്റിമീറ്ററോളം, 1/2 സെന്റിമീറ്റർ ഇല്ല, 1/2 സെന്റിമീറ്ററോളം വളർന്നു എന്നാണ്. കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വളർന്നു. അപ്പം കൊണ്ടുവന്ന് വെച്ചെന്നാണ് 2005. അതാണെങ്കിൽ 20 കൊല്ലം കൊണ്ട് 1/2 സെന്റിമീറ്റർ. അത് 2011 രണ്ടാം മുടിയാണെങ്കിലോ 14 കൊല്ലം കൊണ്ട് 1/2 സെന്റിമീറ്റർ. 18 മുടിയാണെങ്കിലോ 7 കൊല്ലം കൊണ്ട് 1/2 സെന്റിമീറ്റർ. ഏതെന്നാലും ഏതാ വളർന്നത്, അത് എന്താണ് എന്നൊക്കെ വ്യക്തമാക്കേണ്ട ബാധ്യത ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞത് മുടി വളർന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ നബിയുടെ ഉമിനീര് കൂടി, നബിയുടെ കയ്യിൽ നിറങ്ങിയ വെള്ളത്തിൻ്റെ ആ വെള്ളത്തിൽ ചേർത്ത വെള്ളം കൂടി, എല്ലാം കൂടി ചേർത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം വിതരണം ചെയ്യുന്നത് എന്നുവരെ പറഞ്ഞെത്തിപ്പ അവസാനം. സഹോദരങ്ങളെ, ഇതൊക്കെ മതവാണിഭം എന്ന് ഒരു വാക്കിന് മാത്രം ഒതുക്കേണ്ടതല്ല, ശുദ്ധമായ ഷിയായിസമാണ്. ഷിയാക്കാർ ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ ഏർപ്പാട് തുടങ്ങിയത്. അഹ്ലുസുന്നയെ സംബന്ധിച്ച് നബിതങ്ങളുടെ ശേഷിപ്പാണ് സ്ഥിരപ്പെട്ടാൽ അത് എന്തൊക്കെ മഹത്വമുണ്ടോ, എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ, ഹദീസിൽ എന്തൊക്കെ സ്ഥിരപ്പെട്ടുവോ അതെല്ലാം സമിഅ്നാ വ അത്വഅ്നാ. പിന്നെ സംശയമില്ല. അവിടെ സ്വഹാബത്ത് നബിയുടെ മുടി മുഖ്യ വെള്ളം കുടിച്ചിട്ടുണ്ട്, നബിതങ്ങളുടെ വിയർപ്പ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്.
നബി തങ്ങൾ കുപ്പായം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നതെല്ലാം അതേപടി സ്വീകരിക്കുന്നു. അതിനെ ബോഡി വേസ്റ്റ് എന്ന് പറയുവാനോ അത് ബുദ്ധിക്കെതിരാന്ന് പറയുവാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. പ്രമാണങ്ങൾ എന്തുണ്ടോ അത് അതേപടി സ്വീകരിക്കാം. പക്ഷേ ഇന്ന് നബിതങ്ങളുടെ ശേഷിപ്പാണെന്ന് പറയാൻ തെളിയിക്കപ്പെട്ട ഒന്നും തന്നെ ലോകത്തെവിടെയും ഇല്ല എന്നത് ധാരാളം പണ്ഡിതന്മാർ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. ഈ വിഷയത്തിൽ മാത്രം ഗ്രന്ഥമെഴുതിയ ആളുകളും അല്ലാത്തവരുമൊക്കെ ഇന്നുള്ള ഒന്നും നബിയിലേക്ക് ചേർത്ത് സ്ഥാപിക്കാൻ മതിയായ രേഖകളില്ല, അതിന് ശരിയായ തെളിവില്ല എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാർ ഓരോ നൂറ്റാണ്ടുകളായി നമുക്ക് എണ്ണി കാണിക്കാൻ കഴിയും. എന്നാൽ ചിലര് പറഞ്ഞു തെളിവ് ഇല്ലെങ്കിലും ശരി നബിയിലേക്ക് ചേർക്കപ്പെട്ടല്ലോ, ആ നിനക്ക് നിഷേധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ മനുഷ്യന്മാരുണ്ട്. എന്നാൽ പ്രമാണങ്ങൾ ശരിയാമണ്ണം ഗ്രഹിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഇന്ന് നബിയുടെ എന്ന് പറയാൻ അങ്ങനെ സ്ഥിരപ്പെട്ട ഒന്നും തന്നെ ഇല്ല. നബിയിലേക്ക് ചേർത്തി അന്നറിയപ്പെട്ട പലതും ഉണ്ടായിരുന്നു, അതൊക്കെ കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി. മുടികളൊക്കെ ചില സ്വഹാബിമാർക്ക് ലഭിച്ചു. പല സ്വഹാബിമാരും തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് വസിയത്ത് ചെയ്ത് വെച്ചു എന്റെ കഫൻ തുണി അത് വെക്കണമെന്ന്. അങ്ങനെ അവരെ കഫനിൽ ആ മുടി കൂടി വെച്ചുകൊണ്ട് കഫൻ ചെയ്യപ്പെട്ട സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ കാണാൻ കഴിയും. നബി തങ്ങളുടെ മോതിരം സുദീഖ് റളിയല്ലാഹു ഉപയോഗിച്ചിരുന്നു, ഉമർ ഖത്താബ് ഉപയോഗിച്ചിരുന്നു, ഉസ്മാൻ അഫ്ഫാൻ ഉപയോഗിച്ചിരുന്നു റളിയല്ലാഹു അൻഹും. ഉസ്മാൻ അഫ്ഫാന്റെ കയ്യിൽ നിന്ന് ആ മോതിരം കിണറ്റിലേക്ക് വീണു. ചിലപ്പോൾ ഇനി പറയും അതാ കിണറ്റിൽ നിന്ന് കിട്ടിയെന്ന് പറയുവാണ്. ആ കിണറ് കണ്ടെത്തി അവിടെ അന്വേഷിച്ചപ്പോൾ അതിന് കിട്ടിയിരിക്കുന്നത് വേണമെങ്കിൽ പറഞ്ഞുകൂടായില്ല. നബി തങ്ങളുടെ വടി കുറച്ചു കാലം സൂക്ഷിച്ചു പോന്നിരുന്നു. അബ്ബാസി ഖലീഫമാർ ആ വടി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഖലീഫമാർക്ക് അവിടെ അടയാളമായി ആ വടി ഉപയോഗിച്ചത്. പക്ഷേ അത് പിന്നീട് ഒരു യുദ്ധവേളയിൽ അത് തകർക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നബിയുടെ ചെരുപ്പ് കുറച്ചു കാലം സൂക്ഷിച്ചു പോന്നിരുന്നു, പക്ഷേ അതൊക്കെ പിന്നീട് നഷ്ടപ്പെട്ടു പോയി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹിജ്റ 700 800 തുർക്കിയിലും ഈജിപ്തിലുമൊക്കെയാണ് പിന്നെ രണ്ടാമത് രംഗപ്രവേശനം ചെയ്യുന്നത്. ചില രാജാക്കന്മാർ അന്നത്തെ കാലത്ത് 1 ലക്ഷം ദീനാറ് അതേപോലെ 2 ലക്ഷം ദീനാറൊക്കെ കൊടുത്തുകൊണ്ട് ചില ആളുകളിൽ നിന്ന് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് ഇത് രംഗത്ത് വരുന്നത്. ബൈത്തുൽ മുഖദ്ദസ് പോയപ്പോൾ അവിടെ സ്വാലിഹായ മനുഷ്യരെ കണ്ടു. അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ മുടിയുണ്ട് എന്ന് പറഞ്ഞു. അയാൾക്ക് 1 ലക്ഷം റിയാൽ കൊടുത്തിട്ട് ദിർഹം കൊടുത്തിട്ട് അയാൾ മുടി വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ തുർക്കിയിൽ നമ്മൾ നേരത്തെ കേട്ട കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള മുടി രംഗപ്രവേശനം ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ന് കാണാൻ കഴിയും. പിന്നെ അതിൽ നിന്ന് ഹദിയ കൊടുത്തതാണ് പിന്നെ പറയുന്നത്. അതിൽ നിന്ന് ഹദിയ കൊടുത്തു. അങ്ങനെ ഫലസ്തീനിൽ, ബഗ്ദാദിൽ, സിറിയയിൽ പല രാജ്യങ്ങളും ഇന്നങ്ങനെ ഈ വക മനുഷ്യന്മാരുള്ളവർക്കൊക്കെ പല സ്ഥലത്തും നബിയുടെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലതുമുണ്ട്. പക്ഷെ അതൊന്നും സ്ഥിരപ്പെട്ടതല്ല, ഒന്നും രേഖയില്ല. ഈ നബിയിലേക്ക് മാത്രം സവിശേഷമായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് ചേർക്കാനോ അതിന് നിർവാഹമില്ലതാണ്. ഇത് നബിയുടെ സവിശേഷതയാണ്. നബി തങ്ങളുടെ ആസാറുകൾ ശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ടാവുക എന്നത് അല്ലാഹു തആല നബിക്ക് മാത്രം നിശ്ചയിച്ച സവിശേഷതയാണ്. അതിൽ ഖിയാസാക്കിക്കൊണ്ട് നബിക്കുണ്ടെങ്കിൽ പിന്നെ സ്വാലിഹീങ്ങൾക്കുണ്ടാകാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മടവൂരിന്റെ ശേഷിപ്പുകളെല്ലാം ഇപ്പൊ സൂക്ഷിക്കുന്നത്. അതൊരിക്കലും തുല്യപ്പെടുത്താവതല്ല. അതുകൊണ്ട് അഹ്ലുസുന്നയെ സംബന്ധിച്ച് പ്രമാണങ്ങൾ എന്തു വന്നോ അത് അതേപടി സ്വീകരിക്കാം. എന്നാൽ കച്ചവടമാക്കാനോ അത് ആ നിലക്ക് ചൂഷണമാക്കാനോ ഒരു മാതൃക നമുക്കില്ല. സ്വഹാബിമാരൊക്കെ ഉപയോഗിച്ചത് അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, ബറക്കത്തിന് വേണ്ടി, ശിഫയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അവർ പലരും അവർ തങ്ങളുടെ കൂടെ മറമാടാൻ തന്നെ വസീയത്ത് ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് 1 2 നൂറ്റാണ്ടുകൾ അതിൽ ചിലതൊക്കെ സൂക്ഷിച്ചു പോകുന്നത് കാണാൻ കഴിയുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അത് കൈമാറി പോകുന്ന ചരിത്രം കാണാൻ സാധിക്കുന്നില്ല. സ്വഹാബിമാരും നബിയിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്ന് ബർക്കത്തെടുത്തിട്ടുമില്ല. ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് കിതാബിൽ ഇത്സാമിൽ പറഞ്ഞു ഫലം യസ്ബുത് മിൻ ത്വരീഖിൻ സ്വഹീഹിൻ സ്വരീഹിൻ അന്ന മുതബദ്ദികൻ തബറക ബി അഹദിൻ മിൻഹും. സുദീഖ് റളിയല്ലാഹു ഉമർ ഖത്താബ് അടക്കമുള്ള സ്വഹാബിമാർ ജീവിച്ചു പോയിട്ടും ഒരൊറ്റ സ്വഹാബിയെ കൊണ്ടും ബർക്കത്തെടുത്തുവെന്ന് സ്വഹീഹായ സ്വരീഹായ സ്ഥിരപ്പെട്ട വ്യക്തമായ ഒരു രേഖയിലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഫദാലിക ഇദൻ ഇജ്മാഉം മിൻഹും അലാ തർക്കി തിൽക്കൽ അശ്യാ. അവിടെ അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് സ്വഹാബത്തിന്റെ ഇജ്മാ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് വരെ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരാണ് ലോകത്തെ അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ. ആ വഴി നമുക്ക് സ്വീകരിക്കാം.